നമസ്കാരം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ് തീർത്ഥവും പ്രസാദവും വാങ്ങേണ്ടത്? എങ്ങനെയാണ് ആ തീർത്ഥവും പ്രസാദവും ഉപയോഗിക്കേണ്ടത്? തീർത്ഥവും പ്രസാദവും നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യങ്ങളാണ് ഒരു ചെറിയ വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ പല നിയമങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാമെന്നുകൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരം നൽകാനായിട്ട്. കാരണം പഴയ കാലത്തെ പോലെയല്ല, ഇന്ന് ക്ഷേത്രങ്ങളിൽ അസാധ്യമായ തിരക്കാണ്. മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ നമുക്ക് കിട്ടുന്ന പല സാധനങ്ങളും പൂർണ്ണമായും പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ശുദ്ധമായ സാധനങ്ങളല്ല, 100%. കാരണം പ്രസാദം, ചന്ദനം, അരച്ച ചന്ദനം കിട്ടുന്ന ക്ഷേത്രങ്ങൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അരച്ച ചന്ദനം കൊടുത്തുകൂടാ എന്ന് സംശയം വരാം. ചന്ദനത്തിന് പഴയതുപോലെയല്ല, വളരെയധികം സാധാരണ ഒരു അമ്പലത്തിലൊന്നും ഒരു ചന്ദനം മുട്ടി വാങ്ങി അരച്ച് പ്രസാദം കൊടുക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. കാരണം അത്ര വിലയാണ് ചന്ദനത്തിന്. പിന്നെ ചന്ദനം കിട്ടുന്നതിനുള്ള നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയധികം ആ ചന്ദനം അരച്ച് തയ്യാറാക്കാനുള്ള ആൾക്കാരുടെ ലഭ്യതക്കുറവ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണ ചെറുകിട അമ്പലങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മാത്രമല്ല, എല്ലാ അമ്പലങ്ങളിലും നല്ല തിരക്കുമാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ചന്ദനത്തിന് പകരം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചന്ദനപ്പൊടി മാത്രമേ നമുക്ക് പ്രസാദമായിട്ട് കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ. പൂർണ്ണമായിട്ടും പഴയ കാലത്ത് നാട്ടിൻപുറത്ത് തന്നെയാണ് പുഷ്പങ്ങളൊക്കെ പൊട്ടിച്ചിരുന്നത്. ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നൊക്കെ നാടൻ പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ പൂജകളും നിർവഹിച്ചിരുന്നത്. ഇന്ന് പുഷ്പത്തിൻ്റെ ലഭ്യതക്കുറവ് വളരെയധികം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പൂർണ്ണമായും മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പുഷ്പങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ പുഷ്പങ്ങളുടെ അത്ര തന്നെ ഒരു ഗുണമേന്മ അല്ലെങ്കിൽ ഔഷധ ഗുണം ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വേണം. മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ അതെ, നമ്മൾ വാങ്ങുന്ന എണ്ണയാണെങ്കിലും എന്താണെങ്കിലും ശരി, പഴയ കാലത്തെ പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നാടൻ സാധനങ്ങളുടെ ഒരു ക്വാളിറ്റി ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തീർത്ഥവും പ്രസാദവും വാങ്ങേണ്ടത് എന്നാണ്. തീർത്ഥം നമ്മൾ വാങ്ങുമ്പോൾ സാധാരണ സാധാരണ ഒരു തീർത്ഥം കഴിക്കുമ്പോൾ മാഷമാത്രം എന്ന് പറഞ്ഞാൽ ഒരു ഉഴുന്ന്, മാഷം എന്ന് പറഞ്ഞാൽ ഉഴുന്നിൻ്റെ അത്ര തീർത്ഥം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഒരു ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നിൻ്റെ വലിപ്പം എത്ര ഉണ്ടായിരിക്കും, ആ ഉഴുന്നിൻ്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു തുള്ളി തീർത്ഥം വാങ്ങിയിട്ട് വേണം നമ്മൾ കഴിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ തീർത്ഥം ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ഒഴിച്ചു വരുമ്പോൾ നമ്മൾ കയ്യിൽ കിട്ടുന്ന തീർത്ഥം ചുണ്ടിൽ വെക്കാതെ കഴിക്കുക. നമ്മൾ വലത് കൈ കൊണ്ട് തീർത്ഥം വാങ്ങിയിട്ട് ചുണ്ടിൽ വെക്കാതെ കഴിക്കണം എന്നാണ്. ചുണ്ടിൽ വെക്കാതെ കഴിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചുണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് എച്ചിലാണെന്നാണ്. നമ്മൾ ഈ നാവ് ചുണ്ടിൽ എപ്പോഴും തൊടും. ഏത് സമയത്ത് നാവ് ചുണ്ടുമായിട്ട് ടച്ച് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചുണ്ടിന് എപ്പോഴും ഒരു അശുദ്ധിയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം ഒരാൾക്കുള്ള നമ്മുടെ വായിലൊരു സാധനം ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട് ആ ഭക്ഷണം വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടില്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം അങ്ങനെയാണത്. അതുകൊണ്ട് തന്നെ ഈ ചുണ്ടിന് നമ്മൾ എച്ചിൽ എന്നൊരു, പണ്ട് മുതലേ ഉണ്ട് എച്ചിൽ എന്ന് പറയും. ചുണ്ടിൻ്റെ ഒരു അശുദ്ധിയുണ്ട്. ചുണ്ടിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് എച്ചിലാവുന്നതാണ്. പലരും കണ്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പൈസ എണ്ണാൻ വേണ്ടിയിട്ട് പൈസ ഇങ്ങനെ നാവുമ്പിൽ വെച്ചിട്ട് ചുണ്ടുമ്പിൽ വെച്ചിട്ട് പൈസ എണ്ണിയിട്ട് ആ ചുണ്ടിൽ വെച്ച പൈസ നടക്കിൽ വയ്ക്കുക. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. തുപ്പലാവും. അപ്പോൾ തുപ്പലായ സാധനങ്ങൾക്കൊക്കെ എച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ചുണ്ട് തൊടുമ്പോൾ ചുണ്ടിൽ നാവ് തൊടുന്നതുകൊണ്ട് ചുണ്ടിനൊരു എച്ചിലുണ്ട്. എച്ചിലായിട്ട് നമ്മളൊരു പ്രസാദവും കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്ഥം എച്ചിലാക്കാതെ ഈ ചുണ്ട് തൊടാതെ കഴിക്കണം എന്നാണ് നിയമം. മാക്സിമം നമ്മൾ അങ്ങനെ തന്നെ നോക്കുക, ചുണ്ട് തൊടാതെ ആ തീർത്ഥം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ചന്ദനം നമ്മൾ സാധാരണ വലത് കൈയിൽ നമ്മൾ ചന്ദനം വാങ്ങും. ആ ചന്ദനം വാങ്ങിയിട്ട് നമ്മൾ കുറിയിട്ട് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും നെറ്റിയിലും കഴുത്തിലുമാണ് കുറിയിടാറുള്ളത്. പക്ഷെ അത് മാത്രമല്ല വേണ്ട, നെറ്റിയിൽ കുറിയിടണം, കഴുത്തിൽ കുറിയിടണം, വലത് തോളിൽ ഇവിടെ കുറിയിടണം, ഇടത് തോളിൽ കുറിയിടണം, നെഞ്ചിൽ കുറിയിടണം, പുറത്ത് കുറിയിടണം. ഇതൊരു മിനിമം കണക്കാണ്. ഇനി ഇതിൽ ഏറ്റവും മിനിമമായിട്ട് പറയുകയാണെങ്കിൽ നെറ്റിയിലും കഴുത്തിലും. പിന്നെ വിശദമായിട്ട് നമ്മൾ കുറിയിടുമ്പോൾ നെറ്റി, കഴുത്ത്, 2 തോള്, നെഞ്ച്, അതുപോലെ തന്നെ പുറത്ത്. ഇനി ഇതിൽ കൂടുതൽ സ്ഥാനങ്ങളുണ്ട്. കുറിയിടുന്നതിന് വേറെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ പറയാം. ഇങ്ങനെയാണ് നമ്മൾ കുറിയിടേണ്ടത്. അപ്പോൾ അങ്ങനെ കുറിയിട്ട് കഴിയുക.
പുഷ്പം സാധാരണ ഒന്ന് ശിരസ്സിൽ നമുക്ക് ചൂടാം, അല്ലെങ്കിൽ ചെവിയിൽ വെക്കാം. ഈ ചെവിയിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് ശിരസ്സിൻ്റെ മധ്യത്തിൽ വെക്കുന്നതിന് പകരമായിട്ടാണ് ഈ ശിരസ്സിൽ നമ്മൾ ചില ആൾക്കാർക്ക് മുടിയൊന്നും തീരില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് ഈ ചെവിയിലാണ് വെക്കാറുള്ളത്. മുടിയൊന്നും ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ കഷണ്ടിയുള്ള ആൾക്കാർക്ക് ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ച അതേ ഫലം തന്നെയാണ് നമ്മൾ ചെവിയുടെ രണ്ട് പിന്നിലായിട്ട് വയ്ക്കുമ്പോഴും നമുക്കുണ്ടാവുന്നത്. അപ്പോൾ തീർത്ഥം വാങ്ങേണ്ടതും പ്രസാദം ഉപയോഗിക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വലത് കൈ കൊണ്ട് പ്രസാദം വാങ്ങി അത് കുറിയിടുക, പുഷ്പം ചൂടുക, എല്ലാ സ്ഥലത്തും പ്രസാദം കുറിയിടുക എന്നുള്ള സമ്പ്രദായമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി പ്രസാദവും അതുപോലെ തന്നെ പുഷ്പവും താഴെ വീഴാതെ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. താഴെ വീണ് കഴിഞ്ഞാൽ അത് വളരെ നമ്മൾ പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യമുള്ള പുഷ്പമാണ്. നമ്മൾ സാധാരണ പ്രസാദം തരുന്ന പുഷ്പം എന്ന് പറയുന്നത് ആ പീഠത്തുനിന്ന് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ചാർത്തിയിട്ടുള്ള അല്ലെങ്കിൽ വിഗ്രഹത്തിൽ പൂജിച്ചിട്ടുള്ള ആ പീഠത്തിൽ നിന്നാണ് ഈ പുഷ്പം എടുത്ത് പ്രസാദമായിട്ട് തരുന്നത്. അപ്പോൾ അത് വളരെ ചൈതന്യം നിറഞ്ഞ പുഷ്പങ്ങളാണ്, ഭഗവത് സാന്നിധ്യമുള്ള പുഷ്പങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ താഴെ ഇടുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ചവിട്ടുക മുതലായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ അതിനൊരു ബഹുമാനം കൊടുക്കണം, അതിനതിൻ്റേതായ പവിത്രത കൊടുക്കണം. അതുപോലെ തന്നെയാണ് ചന്ദനവും നമ്മൾ ഈ പ്രസാദമായതുകൊണ്ട് ഭഗവത് സാന്നിധ്യമുള്ളതായതുകൊണ്ട് അത് താഴെ വീഴാതെയും നിലത്തിടാതെയും ചവിട്ടാതെയും ശ്രദ്ധിക്കണം. നമ്മളിത് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. സാധാരണ പ്രസാദം ഇലയിൽ തരുമ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. വീട്ടിൽ കൊണ്ടുപോയാൽ നമ്മൾ അത് നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിത്യവും ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഈ പ്രസാദം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളമായിട്ട് പഴകിക്കഴിഞ്ഞ് പുഷ്പങ്ങളൊക്കെ ഉണങ്ങി പോകുമ്പോൾ അത് വേണമെങ്കിലും വൃത്തിയായ ഒരു സ്ഥലത്തിടുക. നമ്മുടെ വീട്ടിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു വൃത്തിയായിട്ടുള്ളൊരു സ്ഥലം പ്രസാദങ്ങൾ ഇങ്ങനെ ബാലൻസ് വരുന്ന പ്രസാദങ്ങൾ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എടുത്തു വെക്കാനായിട്ടുള്ള വൃത്തിയായിട്ട് സ്ഥലം കണ്ടുവയ്ക്കുക. അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചിട്ട് അതിലേക്ക് ഈ ബാലൻസ് മാക്സിമം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്ന് വെക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ സാധാരണ രീതിയിൽ പൂർണ്ണമായിട്ട് ഇതുപോലെയൊക്കെ കുറിയിടുകയാണെങ്കിൽ ആണുങ്ങൾക്കാണ് ഇങ്ങനെ കുറിയിടാൻ പറ്റൂ. സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടെയും മാത്രമേ കുറിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസാദം ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോകാം. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പ്രസാദം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാക്സിമം അത് ഉപയോഗിച്ച് തീർക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഉപയോഗം കഴിഞ്ഞ് അത് ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ എവിടെയെങ്കിലും വൃത്തിയായുള്ള സ്ഥലത്ത് അത് സൂക്ഷിച്ച് വെക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. പിന്നെ ഈ പ്രസാദം ഒരിക്കലും നമ്മൾ നിവേദിക്കാനുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രസാദം വാങ്ങിയിട്ട് ആ പ്രസാദം തൊട്ടുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പുഷ്പങ്ങൾ കൊടുക്കുക, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ പ്രസാദം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ആ പ്രസാദത്തിൻ്റെ കൂടെ തന്നെ നിവേദിക്കാനുള്ള വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. പ്രസാദം വാങ്ങി കുറിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് കൈ കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എന്തും നമ്മൾ കൊടുക്കാൻ. അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം പ്രസാദം വാങ്ങുക എന്നുള്ളതാണ് കുറച്ചുകൂടി അഭികാമ്യം. നമ്മൾ നിവേദ്യ ഇപ്പോൾ പഴമോ പഞ്ചസാര വെണ്ണ അല്ലെങ്കിൽ നെയ്യ് മുതലായ സാധനങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം പ്രസാദം വാങ്ങുക. പുഷ്പങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പുഷ്പങ്ങൾ കൊടുത്തതിന് ശേഷം പ്രസാദം വാങ്ങുക. എന്തെങ്കിലും വഴിപാടുകൾ സമർപ്പിക്കുകയാണെങ്കിൽ വഴിപാടുകൾ സമർപ്പിച്ചതിന് ശേഷം പ്രസാദം വാങ്ങുക. പ്രസാദം വാങ്ങിയ കൈകൊണ്ടുകൾ നമ്മൾ ഈ വഴിപാടുകളൊന്നും സമർപ്പിക്കരുത്. അതിന് നിർമാല്യം എന്ന് പറയും. ഭഗവത് സാന്നിധ്യം നിറഞ്ഞ ആ പുഷ്പങ്ങൾ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ആ പുഷ്പങ്ങൾ മറ്റു വസ്തുക്കളിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിവേദിക്കാൻ പാടില്ല എന്നാണ്, ചാർത്താൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പ്രസാദമൊക്കെ വാങ്ങി പുറത്ത് കിടക്കുമ്പോഴാവും ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലാണെങ്കിൽ വെണ്ണ പഴം പഞ്ചസാരയൊക്കെ കാണുക. അപ്പോൾ ചിലപ്പോൾ അത് ഒന്ന് വഴിപാടായിട്ട് കൊടുക്കണം തോന്നും. അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മളൊന്ന് ഒരു കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് ആ നിവേദ്യ വസ്തുക്കൾ വാങ്ങി കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. നമസ്കാരം.